Watch India's largest kids library only on Jio Hotstar. Download the app now. സുഹൃത്തുക്കളെ, നിങ്ങളേവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് സൈക്കിൾ യജ്ഞം. 2 ദിവസം വിടാതെ സൈക്കിളിൻ മുകളിൽ നിന്നുകൊണ്ടുള്ള ഈ പ്രകടനം എല്ലാവരും കാണുവിൻ. ഇന്നത്തെ പകലും രാത്രിയും കൂടിയാണ് ഈ യജ്ഞം നടക്കുക. നാളെ കാലത്ത് ചാരിറ്റി ഹോസ്പിറ്റലിലേക്ക് 5 ലക്ഷം രൂപ കൈമാറും. എന്താ ഇത്? ഈ ആളെ കണ്ട നല്ല സുഖമില്ലാത്ത പോലെ ഉണ്ടല്ലോ. ഇയാൾക്ക് ഉടനെ ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. ഒന്ന് നിൽക്കൂ ചേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സൈക്കിൾ ചവിട്ടുന്നതൊന്ന് നിർത്ത്. നിങ്ങൾ വളരെ ക്ഷീണിതനാണ്. ഇനിയിപ്പോ ഞാൻ സൈക്കിളിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ചാരിറ്റിക്ക് കിട്ടേണ്ട പൈസ കിട്ടില്ലല്ലോ. ഹോസ്പിറ്റലാണെങ്കിൽ കൂടുതലും പണം കൊടുത്ത് ചികിത്സ നേടാൻ പറ്റാത്ത രോഗികളെയാണ് ചികിത്സിക്കണേ. ഇനി ഇയാൾക്ക് പകരം സൈക്കിൾ ഞാൻ ഓടിച്ചോളാം. നോക്കൂ, ഇത് ഹോസ്പിറ്റലിന്റെ ചാരിറ്റി കാര്യമാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഈ സൈക്കിൾ യജ്ഞം നടത്തുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ സൈക്കിൾ യജ്ഞം നടത്താൻ അവസരം തരാം. പക്ഷേ സൈക്കിൾ ഒരിക്കലും നിർത്താൻ പാടില്ല. ഒരു നിമിഷം പോലും സൈക്കിൾ നിർത്താതെ നീ ഓടിക്കണം. മാത്രമല്ല റോക്കിയെ സൈക്കിളിൽ നിന്ന് ഇറക്കുകയും വേണം. തയ്യാറാണെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കോ. ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കുകയില്ല. ബോസ്, നിങ്ങളുടെ കൊടുങ്കാറ്റ് ബുദ്ധിയിൽ വല്ല പുതിയ ആശയവും ഉദിക്കുന്നുണ്ടോ? പറഞ്ഞാലും. ആശയുണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മോട്ടു ഫാൻസിന്റെ മനസ്സ് ഞാൻ ഫാന് കൊണ്ട് തകർക്കാൻ പോവുകയാണ്. അതേ പത്ലു, ഈ കാറ്റ് എവിടുന്ന വന്നത്? സൈക്കിള് പുറകോട്ടാണല്ലോ പോകുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ പർവ്വതത്തിന് മുകളിൽ എത്തിപ്പോവും. പത്ലു, വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ ധൈര്യം കൈവിടരുത്, ഞാൻ നോക്കിക്കോളാം. ജോൺ, നീ നിന്റെ ഫാൻ ഒന്ന് നിർത്ത് ഇപ്പോൾ തന്നെ. ഞാൻ ബോട്ടുവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റ് അടിക്കട്ടെ പത്ലു, കാറ്റടിക്കട്ടെ. മോട്ടോ ഇങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവനെ സഹായിക്കണ്ടേ. ഫാനെ നിർത്തില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു പരിവാക്കും, മനസ്സിലായോ? വേണ്ട വേണ്ട എന്റെ പൊന്നു പത്ലു, ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കാം. അതുപോലെ നമ്മളിതേ മോട്ടുവിന്റെ പുറത്ത് വീഴാൻ പോവാണ്. എല്ലാവരും കൈകൾ കോർത്ത് പിടിച്ചൊരു പ്ലെയിൻ ഉണ്ടാക്കുക. എന്റെ തലയിൽ ലാൻഡ് ആകാനുള്ള പരിപാടി ഓടുന്നതായിരിക്കും ബുദ്ധി. വിട്ടേക്ക്, എന്നെ വിട്ടേക്ക് പ്ലീസ്. ബോസ്, നിങ്ങളുടെ മുമ്പിലത്തെ ഐഡിയയിൽ നിങ്ങൾ തന്നെയാണല്ലോ തോറ്റത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. എനിക്ക് പരിപാടികളൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക, എന്നെ കൊണ്ട് ചൂട് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ മോട്ടുവിനെ കൊണ്ട് എങ്ങനെ താങ്ങാൻ പറ്റും? എന്താ പറയുന്ന? ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാൽ ഈ ചൂട് കുറച്ച് കുറയ്ക്കണം. മോട്ടുവിനെ കുറച്ച് തണുപ്പ് കൊടുക്കണം. കുറച്ചു നേരത്തിനുള്ളിൽ മോട്ട് നനഞ്ഞു കുളിക്കും. ഈ ചേറ് മുഴുവൻ അവന്റെ ദേഹത്ത് പറ്റും. റെഡി, 1 2 3. ഈ കാലാവസ്ഥ മാറി മഴ പെയ്യാൻ തുടങ്ങിയ
പത്തുലു സൈക്കിളിന്റെ ടയർ ചെളിയിൽ അമർന്നു പോവാണ്. എന്തെങ്കിലും ചെയ്യൂ. മോട്ടു വീഴരുത്, സൂക്ഷിച്ച് വീഴാതെ നോക്ക്. പൊളിച്ചെടുത്തല്ലോ, താഴേക്ക് വീഴാതെ നോക്കിക്കൊള്ളേ. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ ഒന്ന് ശ്രദ്ധിച്ച്. ഡോക്ടർ ജഡ്ക, ഈ മഴ ഈ ഗ്രൗണ്ടിൽ മാത്രമാണോ അതോ പുറത്തും പെയ്യുന്നുണ്ടോന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. ജോൺ, വേണ്ട, എന്നെ വിട്ടേക്ക് ബദ്ലു, എന്നെ ഒന്നും ചെയ്യരുത്. ജോൺ, നിനക്ക് നല്ല ചൂടുണ്ടല്ലേ, അത് ഇപ്പൊ ഇറക്കി തരാന്നേ. ഇൻസ്പെക്ടർ ചിങ്കം. ജോൺ, ഇപ്പൊ നിനക്ക് കാറ്റിലൂടെ പോകാം, എന്നിട്ട് നിനക്ക് കൂളാകാം. കൂൾ 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 കൂൾ. എന്നെ താഴെ ഇറക്കി വിട്, എന്നെ താഴെ ഇറക്കി വിട്. നമ്പർ 1 നമ്പർ 2 എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കണേ. കുറച്ചു നേരം അവിടെ തന്നെ കിടക്ക്, ചൂടൊക്കെ ഇറങ്ങിയതിന് ശേഷം താഴേക്ക് പോരെ. ബോസ്, നിങ്ങൾ മോട്ടുവിനെ ബുദ്ധിമുട്ടിക്കാൻ പോയതല്ലേ, പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെയാണല്ലോ ആകെ നനഞ്ഞത്. ഒന്ന് മിണ്ടാതിരിക്കടാ, നീയൊക്കെ വാ തുറന്നാ മതി. ആ മോട്ടു എന്താ ചെയ്തത് എനിക്ക് അറിയില്ല. നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പാഴായി കൊണ്ടിരിക്കുകയാണ്. അവന്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്താലും എല്ലാം കുളമായി കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയൊരു പ്ലാൻ കണ്ടുപിടിച്ച് മതിയാകൂ. എന്താ ഇപ്പൊ ചെയ്യ? ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. വരൂ. എല്ലാവരും ശ്രദ്ധിക്കുവിൻ, ഇന്നത്തെ രാത്രി വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് രാത്രി കൂടി മോട്ടു സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ മോട്ടു നാളെ രാവിലെ ചാരിറ്റിയുടെ 5 ലക്ഷം നേടിയെടുക്കുന്നതാണ്. അതിനായി നമുക്ക് കാത്തിരിക്കാം. പത്തുലു, ഞാൻ വല്ലാതെ തളർന്നു പോയി. എനിക്കൊട്ടും വയ്യ. എനിക്കുറക്കം വന്നിട്ട് കണ്ണുകൾ അടഞ്ഞു പോകുന്നു. മോട്ടു, ഇത്രയധികം നീ ബുദ്ധിമുട്ടിയില്ലേ? ഇനി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ മോട്ടു. കണ്ണടക്കരുത്, ഉറങ്ങരുത്, ഉറങ്ങരുത് മോട്ടു. ഉണ്ണി വാവാവോ, കണ്ണും പൂട്ടി ഉറങ്ങിക്കോ. ഉറങ്ങട സ്വത്തു, എന്റെ ചക്ര മോട്ടുകുട്ടിയല്ലേ. അച്ഛൻ വേഗം വരുമല്ലോ, കളിപ്പാട്ടം കൊണ്ടുവരുമല്ലോ. ഉറങ്ങൂ ഉറങ്ങൂ മോട്ടുക്കുട്ട. ഉണ്ണി ഉണ്ണി നീ ഉറങ്ങ്, കണ്ണും പൂട്ടി ഉറങ്ങിക്കോ. എന്റെ വാവ ഉറങ്ങിക്കോടാ, ഉറങ്ങിക്കോടാ. മോട്ടു ഉറങ്ങരുത്. നിനക്ക് കിട്ടാൻ പോകുന്ന സമ്മാനമാണ് സത്യം. നീ ഒരിക്കലും ഉറങ്ങിപ്പോരുത്. കണ്ണടക്കല്ലേ. എനിക്ക് 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 അല്ല, ഈ താരാട്ടുപാട്ട് എവിടുന്നായി കേൾക്കുന്നത്? വാവാവോ, കണ്ണും പൂട്ടി ഉറങ്ങിക്കോ. മോട്ടു, കുറച്ചു സമയം കൂടി ഉറങ്ങാതിരിക്കെ. ഡോക്ടർ ജഡ്ക, ഞാനും ചിങ്കൻ സാറ് പോയിട്ട് അത് ആരാ പാടുന്നതെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളും ഗസീറ്ററാമും മോട്ടുവിന് ഉറങ്ങാൻ സമ്മതിക്കാതെ ഇവിടെ തന്നെ നിൽക്ക്. വരൂ ചിങ്കം സാറേ. പൊളിച്ചെടുത്തല്ലോ. മോട്ടു, നീ ഒരിക്കലും ഉറങ്ങരുത്. നീ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്കൊരു തമാശ പറഞ്ഞുതരാം. നീ അത് കേട്ടിട്ട് ചിരിക്കണട്ടാ. ജോൺ, നീ ആ പാട്ടൊന്ന് നിർത്ത്. അതെന്തിനാ നിർത്തുന്നത്? ഞാൻ എപ്പോഴും എന്റെ അമ്മയുടെ താരാട്ട് പാട്ടൊക്കെ കേട്ടോണ്ടാണല്ലോ ഉറങ്ങാറുള്ളത്. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പാട്ട് വെച്ചതാ. ജോൺ, നീ ഇപ്പൊ തന്നെ നിർത്തിക്കൊള്ളണം. സ്റ്റോപ്പ്. ആ താരാട്ട് പാട്ട് ഇപ്പൊ തന്നെ നിർത്തിക്കൊള്ളണമെന്ന്. മര്യാദക്ക് നിർത്ത്. ഇന്ത്യ നിയമമാണ് സത്യം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. ജോൺ, ഇപ്പൊ നിനക്ക് ഞാൻ ജയിലിന്റെ സംഗീതം കേൾപ്പിച്ച് തരാം. ബോസ്, ബോസ്, ജയിലിലെ സംഗീതം ഒട്ടും നന്നായിരിക്കില്ല. ചിങ്കം സാറേ, സോറി സാറേ, പ്ലീസ് ഞങ്ങളെ ഉപദ്രവിക്കരുത്, വിട്ടേക്ക്. മത്സരത്തിൽ വിജയിച്ചത് കണ്ടിട്ട് വേണം നിന്നെ ഞാൻ പിടിച്ച് ജയിലിനകത്ത് ഇടാൻ. ഇതാ പ്രഭാതം പൊട്ടിവിടർന്നിരിക്കുന്നു. മോട്ടു, യു ക്യാൻ സ്റ്റാർട്ട്.
മോട്ടു മോട്ടു എനിക്ക് സഹോദരീ സഹോദരന്മാരെ, കുട്ടികളെ, 3-ാം ദിവസം മോട്ടു ഈ യജ്ഞം അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വിജയിച്ചിരിക്കുന്നു. സമ്മാനത്തുകയായ 5 ലക്ഷം രൂപ മോട്ടുവിന് ചാരിറ്റിക്കായി കൊടുക്കുന്നു. സന്തോഷമായ വാർത്ത. എല്ലാവരും കൈയടിക്കുക. എല്ലാവരും ഒന്ന് കൈയടിക്ക്. ഈ സമ്മാനം മോട്ടുവിന് കിട്ടാൻ കാരണം ഈ റോക്കി മാത്രമാണ്. അതുകൊണ്ട് ഇത് റോക്കിയെ ഏൽപ്പിക്കൂ. കൂട്ടുകാരാ, ഈ ചെക്ക് നീ നിന്റെ കൈ കൊണ്ട് ആശുപത്രിയിലോട്ട് കൊടുക്ക്. ഓക്കേ? താങ്ക് യു മോട്ടു. നിങ്ങൾ വളരെ വലിയൊരു സാഹസമാണ് കാണിച്ചത്. ഇത്രയും നേരം സൈക്കിൾ ഓടിച്ചത്. ഞാൻ ആക്ച്വലി ഒന്നും ചെയ്തില്ല. ഞാൻ ശരിക്കും സൈക്കിൾ ഓടിക്കുന്നവരാ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ഓടുന്ന സൈക്കിൾ ഓടിച്ചില്ലേ? ഹാറ്റ്സ് ഓഫ് ടു യു. 3 cheers for മോട്ടു. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ. Watch India's largest kids library only on Jio Hotstar. Download the app now.